ഹായ് ഹലോ മൂന്നാർ ടൗണിൽ നിന്നും വെറും 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എങ്ങനെ KSRTC ബസ്സിൽ എത്തിച്ചേരാമെന്നും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഖില. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്നുമാണ്. 6 മണിയുടെ മൂന്നാർ KSRTC ബസ്സിന് പോകാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 5:20 മറയൂർ ബസ്സിന് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുന്നിൽ ഇറങ്ങാവുന്നതാണ്. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് മൂന്നാർ വരെ ഒരാൾക്ക് 185 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കോതമംഗലം കഴിഞ്ഞതോടെ റോഡിൻ്റെ 2 സൈഡിലും ഹൈ റേഞ്ചിലും മനോഹരമായ കാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചീയപ്പാറ വാട്ടർഫോൾസ് ആണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വാളറ വാട്ടർഫോൾസും കാണാനായിട്ട് സാധിക്കും. 9:30 ആയപ്പോഴേക്കും ബസ് അടിമാലി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം 1 മണിക്കൂറിന് മേളിൽ യാത്രയുണ്ട് മൂന്നാറിലെത്താനായിട്ട്. ഇവിടുന്ന് ഇനി മൂന്നാർ വരെയുള്ള യാത്ര നമ്മൾ ഒട്ടും തന്നെ മടുപ്പിക്കില്ല. 2 മൈൽ കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങും. പതിനൊന്ന് മണിയായപ്പോഴേക്കും ബസ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഞങ്ങൾ പക്ഷേ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയില്ല. ഈ ബസ് നേരെ മൂന്നാർ ടൗണിലോട്ട് പോകും. അവിടുന്ന് തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ മൂന്നാർ ടൗണിൽ പോയിട്ട് അവിടെയാണ് ഇറങ്ങിയത്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ KSRTC ബസ്സിന് കയറാം, പ്രൈവറ്റ് ബസ്സിന് കയറാം, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായ TNSTCയിൽ കയറിയിട്ടും ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ SBIയുടെ തൊട്ട് മുന്നിലൂടെയുള്ള റോഡിൽ നടന്നാൽ ഒരു ബസ് സ്റ്റോപ്പ് എത്തും. അവിടെയാണ് നമുക്ക് ഇരവികുളത്തോട്ട് പോകാനുള്ള ബസ്സെല്ലാം നിർത്തുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ TNSTC ബസ് കിടപ്പുണ്ടായിരുന്നു. ഇത് ഉടുമ്പൽപേട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. മറയൂർ, കാന്തല്ലൂർ, ഉടുമ്പൽപേട്ട ഈ 3 സ്ഥലങ്ങളിലേക്കുള്ള ഏത് ബസ്സിൽ കയറിയാലും നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുന്നിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇരവികുളത്തേക്ക്. പോകുന്ന വഴിയിൽ തന്നെ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിരുന്നു. ഇതേപോലെ ചെറിയ റോഡിലൂടെയാണ് യാത്ര. പക്ഷേ റോഡിൻ്റെ 2 സൈഡിലും നല്ല കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുന്നിലായിട്ട് ബസ് ഇറങ്ങി. ഈ എൻട്രൻസിൽ നേരെ നടന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ GPay മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ലിക്വിഡ് മണി ഒന്നും ഇവർ സ്വീകരിക്കില്ല. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 രൂപയാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത്. ഈ ഒരു മെഷീൻ്റെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത് കേട്ടോ. എന്നിട്ട് സൈഡിൽ ഈ വഴിയിലൂടെ നടന്നാൽ ഇതേപോലെ ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. ഇനി ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ബസ് പിടിക്കാനായിട്ട്. ഇവരുടെ ബസ്സിലാണ് നമ്മളെ രാജമലയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ക്യൂ കണ്ട് കണ്ണ് തള്ളിപ്പോയി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 12 മണിയായി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും. പക്ഷേ 12 മണി സമയത്തെ ക്യൂ ആണിത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രാവിലെ എത്രയും നേരത്തെ വരാൻ പറ്റുന്നോ അത്രയും നേരത്തെ വരിക. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ബസ് കിട്ടിയത്. ഇവിടെ നിന്ന് ഇതേപോലത്തെ മിനി ബസ്സിലായിരിക്കും ഇവർ നമ്മളെ രാജമലയുടെ എൻട്രൻസ് പോയിന്റിലോട്ട് എത്തിക്കുന്നത്. ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. നമ്മൾ പോകുന്ന വഴി കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ണൻദേവൻ മലനിരയുടെ ഭാഗമാട്ടോ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന്. അപ്പോൾ ഈ തേയില കൊണ്ടുണ്ടാക്കിയ ചായയുടെ കാര്യമാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഈ പോകുന്ന വഴിയുള്ളത്. ഇതേപോലെ കോടമഞ്ഞും വെള്ളച്ചാട്ടവും മലനിരയും തേയിലത്തോട്ടവും അതിൻ്റെ ഒപ്പം ചെറിയൊരു മഴയും അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഞാനിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. 2018 വന്നത്. ഫാമിലിയായിട്ട് വന്നതാണ്. കുറച്ച് നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം തോന്നുക വീണ്ടും പോകണം എന്ന്. അതെന്തായാലും സാധിച്ചു. നമുക്ക് വീണ്ടും വരാനായിട്ടുള്ള തോന്നലുണ്ടാകുന്നത് ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ മൂന്നാർ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ വന്നു. എൻട്രൻസിനടുത്തായിട്ട് ഇതേപോലെ ഒരു കഫറ്റീരിയയും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ മലകയറ്റം ആരംഭിച്ചത്.
ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾ പ്രധാനമായിട്ട് എത്തുന്നത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വരയാടുകളെ കാണാനായിട്ടാണ്. ഞങ്ങൾ കുറച്ചൊന്ന് മുകളിലോട്ട് നടന്നപ്പോഴേക്കും വരയാടുകളെ കണ്ടു തുടങ്ങി. കേരളത്തിൽ 90% വരയാടുകളും കാണപ്പെടുന്നത് ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഹായ്, കാല് പൊട്ടിട്ടുണ്ടെന്ന്. ശരിയാട്ടോ, കാല് മുറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരയാടിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പം ഞാനായിട്ട് കുറച്ചില്ല, ഞാനും എടുത്തൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കോടമഞ്ഞ് കയറി വരുന്നുണ്ടായിരുന്നു. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകാനായിട്ടുണ്ട്. കുറേ പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വരയാടിനെ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോയത്. പക്ഷെ ഞങ്ങൾക്കിന്ന് ഭയങ്കര ഭാഗ്യമായിരുന്നു. ഞങ്ങൾ ഇഷ്ടംപോലെ വരയാടിനെ കണ്ടു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. ഇതിന് ഇംഗ്ലീഷിൽ നീലഗിരി താറെന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നീലഗിരി മലനിരകളിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചതിച്ചു, മഴ പെയ്തു. മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോൾ മാറും, മഴ പെയ്യും മാറും. ആ ഒരു അവസ്ഥയായിരുന്നു. കോട്ട് ഇട്ട് ഊരി മടുത്ത അവസാനം കോട്ട് തലയിൽ വെച്ചുകൊണ്ട് നടപ്പായി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈമറ്റിൽ ചെറിയൊരു മഴ അടിപൊളിയാണ്. ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷനാണ് നീലക്കുറിഞ്ഞി. 2018 രാജമലയിൽ നീലക്കുറിഞ്ഞി പൂത്തിരുന്നു. ഇനി 2030 പൂക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ പൂത്തതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മലമുകളിലായിട്ട് കോട വന്ന് മൂടിയിട്ടുണ്ട്. കുറച്ച് മുകളിലോട്ട് നടക്കുമ്പോഴേക്കും ഇതേപോലെ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇത് പൈപ്പ് പോലെ ആക്കിയിട്ട് നമുക്കിവിടെ കുടിവെള്ളത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ കുറിഞ്ഞി ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പല വെറൈറ്റീസ് ഓഫ് നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ് കൊടുത്തിരിക്കുന്നത്. നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് ഇത് കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ കുറച്ചൊരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതാണ് നീലക്കുറിഞ്ഞിയുടെ ചെടി. നീലക്കുറിഞ്ഞി പൂക്കുമ്പോഴേക്കും വന്ന് നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ ഇതിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ, ബാക്കി അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ വരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻട്രൻസ് പോയിന്റിൽ നിന്ന് ബഗ്ഗീസ് അവൈലബിൾ ആണ് ഈ ഒരു പോയിന്റ് വരെ. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. 5 പേർക്ക് 7500 രൂപേൻ്റെയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാട്ടോ ഇത്. അടിപൊളി വ്യൂ ആയിരുന്നു. കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് പോരുവാണ്. ഇനി നമുക്ക് ബസ്സിൽ കയറി തിരിച്ചു പോരാം. താഴെ എത്തിയപ്പോഴേക്കും രാവിലെ കണ്ടതിനേക്കാളും തിരക്കാണ് തിരിച്ചു പോകാനായിട്ട് ബസ്സിന്. മാത്രമല്ല നല്ല രീതിയിൽ മഴ വരാനായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു. ഞങ്ങളൊരു വിധത്തിൽ ഈ ഒരു ക്യൂവിൽ കയറിയപ്പോഴത്തേക്കും മഴ പെയ്തു. കുറച്ച് നേരത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ. ആ സമയത്ത് വന്നവരൊക്കെ ആകെ പെട്ടുപോയി. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം വണ്ടി വന്നു. ഈ വണ്ടിയിൽ കയറി താഴെ എത്തിയപ്പോൾ തന്നെ മൂന്നാറിലേക്കുള്ളൊരു ഓട്ടോ കിട്ടി കേട്ടോ. ബസ് ചാർജ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ കയറി മൂന്നാർ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ കൊണ്ട് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. 5:20 നമുക്ക് എറണാകുളത്തോട്ടുള്ള ബസ് വരും. അപ്പോൾ അതിന് കയറി തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.